വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. മഹാമായ മേൽപ്പാലത്തിന് താഴെ സംഘടിച്ചെത്തിയ കർഷകർ പോലീസ് ബാരിക്കേഡുകൾ ചാടിക്കടന്ന് മുന്നോട്ട് നീങ്ങുന്നു. നോയിഡയിൽ നിന്ന് ആർ അച്യുതൻ വിവരങ്ങൾ നൽകും. അച്യുതൻ, എന്താണ് അവിടുത്തെ കർഷക സമരത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രതിഷേധക്കാരെ പോലീസ് എവിടെയായിരിക്കും തടയുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഞാനിപ്പോൾ ഉള്ളത് നോയിഡയിലാണ്. അതായത് ഡൽഹി അതിർത്തി മേഖലയിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പോലീസ് ഈ കർഷക സംഘടനകളുടെ പ്രതിഷേധത്തെ പ്രതിരോധിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ബാരിക്കേഡുകൾ നിരത്തിയിട്ടുണ്ട്. അതിന് പിന്നിലായി ഗ്രനേഡ് ലോഞ്ചർ ഉൾപ്പെടുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ ജലപീരങ്കി പ്രയോഗിക്കാനായിട്ടുള്ള വാഹനം ഉൾപ്പെടെയാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറകിലായിട്ടാണ് അർദ്ധസൈനിക വിഭാഗത്തെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, ഡൽഹി പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു സംയുക്ത വിന്യാസം നമുക്ക് കാണാൻ കഴിയും. ഈ മഹാമായ ഫ്ലൈ ഓവറിന് താഴെയാണ് കർഷകർ സംഘടിച്ചിരിക്കുന്നത്. എന്നാൽ അവിടെ പോലീസ് അവരെ തടഞ്ഞിട്ടുണ്ട്. അവർ റോഡിലിരുന്നാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. എന്നാൽ വിവിധ ഇടങ്ങളിലും ഈ പ്രതിഷേധം, ഈ ഡൽഹി കേന്ദ്രീകരിച്ച് ഡൽഹിയിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. പലയിടത്തും ഈ കർഷക പ്രവർത്തകർ അവർ ഈ ബാരിക്കേഡുകൾ ചാടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ മേഖലയിൽ പോലീസ് ഇതിനോടകം തന്നെ എല്ലാ തരത്തിലും തയ്യാറെടുത്തു കഴിഞ്ഞു. ഒരു ഭാഗത്തുകൾ, അതായത് ഡൽഹിയിലേക്ക് പ്രവേശനത്തിനുള്ള ആ റോഡ് അത് ഇപ്പോൾ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. മറിച്ച് ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കുള്ള ഗതാഗതം മാത്രമാണ് ഇപ്പോഴും തുടരുന്നത്. മറ്റ് ഡൽഹിയിലേക്കുള്ള എല്ലാ റോഡുകളും ഇപ്പോൾ ബന്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും 11 മണിയോടുകൂടി തന്നെ പോലീസ് ആരംഭിച്ചിരുന്നു. നല്ലൊരു ഗതാഗത തിരക്കും നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മഹാമായ എന്ന് പറയുന്ന ഫ്ലൈ ഓവർ. അതിൻ്റെ ഇടയ്ക്ക് ഈ 3 കിലോമീറ്ററിനുള്ളിൽ തന്നെ വിവിധ ഇടങ്ങളിലായി പോലീസ് ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതാണ് അവസാനത്തെ, ഡൽഹിയിലേക്ക് കടക്കാനുള്ള അവസാനത്തെ ഇടം എന്ന് പറയുന്നതാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ മേഖല. ഇവിടെയാണ് ഇപ്പോൾ അവസാനത്തെ ഒരു ക്രമീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലും ഈ കർഷകരുടെ ഈ പ്രതിഷേധ മാർച്ച് തടയാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ പോലീസ് ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതീയ കിസാൻ പരിഷത്ത്, കിസാൻ മസ്ദൂർ മോർച്ച, സംയുക്ത കിസാൻ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ മാർച്ച് നടക്കുന്നത്. കർഷകർക്ക് നഷ്ടപരിഹാരം, ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും കർഷകർ ഇപ്പോൾ നോയിഡയിൽ നിന്നാണ് അച്യുതൻ വിവരങ്ങൾ നൽകിയത്. നോയിഡയിൽ കർഷക സംഘടനകളുടെ മാർച്ച് തടയാൻ പോലീസ് വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ച് അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ.